ഹലോ 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 പറഞ്ഞോളൂ. ഈ മെഴുകു പ്രതിമ ഉണ്ടാക്കുന്ന മെഴുകു ചന്ദ്രനാണോ? എന്റെ ദൈവമേ, ഞാൻ ഈ മെഴുകു ചന്ദ്രൻ എന്നുള്ള പേരൊക്കെ പണ്ടേ കളഞ്ഞതാ. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തുവാ? ആർട്ടിസ്റ്റ് ഗീറാമുട്ടി. അയ്യോ അതെന്നാ? അത് ഫ്രഞ്ചിലെ ഒരു ശില്പിയുടെ പേരാ. ആണോ? അതൊക്കെ പോട്ടെ, താൻ എന്തിനാ വിളിച്ചേ? അയ്യോ ഞാൻ വിളിച്ചതേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഒരു പ്രതിമ ഞങ്ങളുടെ ജംഗ്ഷനിൽ വെക്കണം. വെച്ചോളൂ. എന്നിട്ട് MLA നാട്ടുകാരെയും വിളിച്ചിട്ട് അതൊന്ന് അനാശാസ്യം നടത്തണം. എന്ത് ചെയ്യണം? അനാശാസ്യം. അനാശാസ്യവും അച്ഛന്റെ പ്രതിമയിലോ? എല്ലാരും അത് ചെയ്യുന്നതല്ലേ? എന്റെ പോലെ നിങ്ങൾ അനുച്ഛേദനമാണോന്ന് ചിന്തിച്ചു? അത് തന്നെ. അപ്പോഴേ അതിന് എത്ര റേറ്റ് വരും? അത് ഫുള്ള് വേണോ ഹാഫ് വേണോ? ക്വാർട്ടർ മതി. ക്വാർട്ടർ മതി എന്നാ നിങ്ങൾ എന്തെങ്കിലും പറയണത്? ക്വാർട്ടർ അടിച്ചല്ലേ അച്ഛൻ മരിച്ചത്. മിസ്റ്റർ, നിങ്ങളുടെ അച്ഛന്റെ മദ്യത്തിന്റെ കണക്ക് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ അച്ഛന്റെ പ്രതിമയ്ക്ക് എന്ത് അളവ് വേണം, എത്ര അടി വേണം എന്ന് ചോദിച്ചത്. അടികൊണ്ട് ശീലമായതല്ലേ, അപ്പൊ തല മാത്രം മതി. തല മാത്രം മതി. പിന്നെ ഒരു തൊപ്പിയും കൂടെ വെച്ചേക്കണേ. തൊപ്പി വെക്കുന്ന ആളാണല്ലേ? തൊപ്പി വെച്ച് ശീലമൊന്നും ഇല്ല. ഈ കാക്ക കാഷ്ടിക്കുമ്പോ അച്ഛന്റെ കൃഷ്ണമണി വീഴുന്ന അച്ഛൻ ഇഷ്ടമല്ല, അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൃഷ്ണമണി അങ്ങ് എടുത്ത് മാറ്റിയാലോ? മാറ്റിക്കോ. വെച്ചിട്ട് ഓടോടുന്നു. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ വിളിച്ചോളൂ. നമുക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രയോജനമുള്ള ആൾക്കാരെ വേണം വിളിക്കാൻ. നിഷ മേഡത്തിനെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ ഹലോ നിഷ മേഡം. നിഷ മേഡത്തിന്റെ ഭർത്താവിന്റെ പ്രതിമ റെഡിയാണ്. ആണോ? പിന്നെ എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെ ഉണ്ടെന്നോ? ഇപ്പൊ ഒറിജിനലെ കാട്ടിൽ ഇച്ചിരി സൗന്ദര്യം കൂടിയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അയ്യോ, എനിക്ക് കാണാൻ കൊത്തിയായി. പിന്നെ മേഡം, ഈ പ്രതിമയ്ക്ക് ഇച്ചിരി ഗ്ലാമർ കൂടിയെന്നും പറഞ്ഞ് രണ്ടാമതൊന്നും കല്യാണം കഴിച്ചേക്കല്ലേ ഈ പ്രതിമേനെ? അതെ, ഞാൻ ഉച്ചയ്ക്കാണ്ട് വന്നോളാം. ഓക്കെ. അപ്പൊ ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ വിളിച്ച് എഴുതി വെച്ചേക്കാം. ശരി. ഓക്കെ മേഡം. ഓക്കെ. എന്തായാലും നിഷ മേഡത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ മേടിച്ചു. ബാക്കി 50,000 രൂപ. ഹലോ, ഈ മെഴുകു പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ ആ സ്ഥലമാണോ? ഹലോ, എക്സ്ക്യൂസ് മീ. അയ്യോ ഫ്രെഡി, ഇത് മനുഷ്യനല്ല, മെഴുകു പ്രതിമയാ. എന്ത് രസമായിട്ട് ഉണ്ടാക്കിയത്. എന്താ ഒറിജിനാലിറ്റി അല്ലേ? പിന്നെ അയ്യോ ഫ്രെഡി നോക്കി, എന്ത് രസം ഈ പ്രതിമ കാണാൻ. എന്ത് രസമായിട്ട് ഉണ്ടാക്കിക്കണ, നല്ല മൊട്ട. അയ്യോ എന്റെ ദൈവമേ, ഇതാണ് പറയണത് ദൈവം കനിഞ്ഞങ്ങ് അനുഗ്രഹിക്കാന്ന് പറയണത്. അയ്യോ, എന്റെ ഫ്രെഡിനെ പോലത്തെ തന്നെ പ്രതിമ. ഈശ്വര ഫ്രെഡി. പ്രതിമയല്ല, ഞാൻ തന്നെയാ. ഇതിനിടയിൽ എന്തിനാ കേറിക്കണ്? ഇവിടെ മാറിക്കത്. അയ്യേ, ഇതെന്താ ഒരുമാതിരി മെനകെട്ട പ്രതിമ. ഇത് വേണ്ടാന്ന് വെച്ചുണ്ടാക്കിയതാണ്. സമയം കിട്ടി കാണത്തില്ല കേട്ടാ. ഉണ്ടാക്കിയത് കൊള്ളത്തില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ സോറി. എന്താണെന്നറിയോ, ഈ മനുഷ്യനും പ്രതിമയൊക്കെ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ കേട്ടാ. എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ബൈ ദ വൈ, ഐ ആം ഫ്രെഡി. ഓക്കെ, ഐ ആം ആർട്ടിസ്റ്റ് ഗീറാമുട്ടി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ. പോയിട്ട് വരൂ. എവിടെ? ആർട്ടിസ്റ്റിന് എന്തോ മുട്ടിന്ന്. അയ്യോ അവനെന്ന് എന്റെ പേര് പറഞ്ഞാണ് മിസ്റ്റർ ഗീറാമുട്ടി. പിന്നെ ഞാൻ വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാണ്. ഒന്ന് ക്ഷമിക്കണം, എന്നോട് സഹകരിക്കണം. പറഞ്ഞോ. ഈ പ്രതിമകൾ എനിക്ക് ഇപ്പൊ ഓർഡർ വന്നതാ. അവരെ ഒന്ന് അങ്ങോട്ട് നീക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യോ സാർ? രണ്ടുപേരും ഒന്ന് മാറ്റിയാക്കാം. സാർ ഇത് പിടിച്ചോ, ഞാനത് പിടിക്കാം. എന്റെ അപ്പോ, എന്റെ ദൈവമേ, വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. വണ്ടി കയറ്റി കൊണ്ട് കൊടുക്ക. പൈസയൊക്കെ കൃത്യമായിട്ട് മേടിച്ചേക്കണം. എന്റെ അമ്മോ, ആക്ച്വലി ഇന്ന് വൈകുന്നേരം ഞാൻ ജർമ്മനിക്കാണ്ട് പറക്കും. അങ്ങനെ ഞാൻ പോകുമ്പോ എന്റെ ഫ്രെഡിക്ക് എന്നെ മിസ് ചെയ്യരുത്. അതിനു വേണ്ടിട്ട് എന്റെ പ്രതിമ ഉണ്ടാക്കാൻ ഫ്രെഡി തീരുമാനിച്ചിരിക്കുക. അല്ലേ ഫ്രെഡി? കരയില്ലേ നോട്ടി ബേബി. ലവ് യു ബ്രോ, ലവ് യു. ഇതെന്റെ സരസ്വതി വിളയാടുന്ന എന്റെ പണിസ്ഥലമാണ്. ഇവിടെ മിസ്സിങ്ങിന്റെ പേര് നിങ്ങളുടെ മിസ്യൂസ് ചെയ്യരുത്, മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ വൈഫിന്റെ, എന്റെ ഭാര്യയുടെ പ്രതിമ ജീവൻ തുടിക്കുന്നതായിരിക്കണം. അത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. സാറിന്റെ മേഡത്തിന്റെ പ്രതിമ മേഡത്തെ പോലെ തന്നെ ഇരിക്കും, ജീവൻ തുടിക്കുന്നതായിരിക്കും. മേഡത്തിന്റെ അതേ കണ്ണുകള്, മേഡത്തിന്റെ അതേ മൂക്ക്, മേഡത്തിന്റെ അതേ ചുണ്ട്, മേഡത്തിന്റെ അതേ നാക്ക്, മേഡത്തിന്റെ. ഒരു മിനിറ്റ്, നാക്ക് വേണ്ട. അതെന്താ? ഇവിടെ നാക്ക് എനിക്ക് പേടിയാ. എന്തിനു പേടിക്കുന്ന? ഒരു പ്രതിമയല്ലേ, ഇരുന്നോട്ടെ. പ്രതിമയിലാണേലും എന്നെ കാണുമ്പോ ഇവിടെ നാക്ക് അങ്ങ് ചൊരിക്കും. അല്ല, നല്ല പ്രതിമ വേണോന്ന് പറഞ്ഞതാ. ഞാൻ ആലോചിക്കായിരുന്നു, ഫ്രെഡിയുടെ കൂടെ ഒരു പ്രതിമ ഉണ്ടാക്കിച്ചാലോ? എന്ത് കാര്യത്തിന്? വീട്ടിൽ ഞാൻ പ്രതിമയില്ല, എന്തിനാ വെറുതെ പൈസ ചെലവാക്കുന്നത്? പക്ഷേ ഞാൻ ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ മറുപടി തരാത്ത ഫ്രെഡിനെ എനിക്ക് മിസ് ചെയ്യില്ലേ? അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കിയാലോ? ഗുഡ് ഐഡിയ. എവിടെ പോയി? ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കി എന്ത് ചെലവ് വരും? ഫാമിലി ആയിട്ടെന്ന് പറയുമ്പോ കുട്ടികൾ എത്ര പേരുണ്ട്?
രണ്ടുപേര്. രണ്ടു കുട്ടി. മൂത്ത കുട്ടി LPG. ആ, ഗ്യാസ് കുറ്റിയാണോ? അല്ല LKG ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം രണ്ടും കൂടെ വരുമ്പോ മെഴുക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു 10 ലക്ഷം രൂപ വരും. ഓ 10 ലക്ഷോ? ഓ 10 ലക്ഷം അല്ല, 10 ലക്ഷം രൂപ വരും. ഓ ഫ്രെഡി, ആ. വീട്ടില് പോലും നിൽക്കാതെ ഇതുപോലെ വില കുറയ്ക്കാൻ പറയും. 10 ലക്ഷം എന്തെങ്കിലും കോമ്പൻസേഷൻ തരൂ, എന്തെങ്കിലും കുറയ്ക്കൂ. ഈ കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരു കാര്യം ചെയ്യാം. ആ. സാറിന്റെ മേഡത്തിന്റെ ഞാൻ പൈസക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാം. ആ. കുട്ടികളെ ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരാം. അത് വേണ്ട, ഇവിടെ മാത്രം പ്രതി മതി. അതിന് എന്ത് ചെലവ് വരും എന്ന് പറയും. അതിന് മാത്രം വരുമ്പത്തേക്കും മേഡത്തിന്റെ അടി എത്ര ഉണ്ട്? എനിക്ക് കിട്ടുന്ന കണക്കാണോ? മേഡത്തിന്റെ സാറിന് കിട്ടുന്ന അടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മേഡത്തിന്റെ ഹൈറ്റ് ഇവിടെ പൊക്കത്തിനനുസരിച്ചാണ് ഞാൻ പൈസ മേടിക്കണം. അപ്പൊ അഭിനവത്തിനൊക്കെ വന്നപ്പോ നല്ല പൈസ മേടിക്കുമല്ലോ നിങ്ങൾ. അമിതാഭ് ബച്ചന്റെ ഞാൻ പൈസ മേടിച്ചോളാം. മേഡത്തിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്? ഞാൻ 5.5 അടിയുണ്ട്. 5.5 അടി ഉണ്ടല്ലേ? 4 അടിയുടെ പൈസ ഞാൻ തരത്തുള്ളൂ. അത് ബാക്കി 1.5 അടി ഇവിടെ ഹൈ ഹീലി ചെരുപ്പാ. സംശയം ഊരി നോക്കി. ഫ്രെഡി, പൈസ കുറഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതല്ലേ? എത്ര രൂപയാവെന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ സാറിനായതുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ. എന്നെ പരിചയമുണ്ടോ? ഇല്ല. പിന്നെ സാറിനായത് കൊണ്ട് അല്ല, ഞാനപ്പോ നമ്മള് ബിസിനസ് ഒക്കെ ആവുമ്പോ അങ്ങനല്ലേ. ഇപ്പൊ സാറാവുമ്പോ സാറിനായതുകൊണ്ട്, മേഡം ആണെങ്കിൽ മേഡത്തിനായതുകൊണ്ട്, ചേച്ചിയാണെ ചേച്ചിക്കായത്, അങ്ങനെയല്ല എന്റെ റൂൾസ് പോണത് സാർ. അങ്ങനെ ആയത് കൊണ്ടാക്കണ്ട. കറക്റ്റ് കണക്ക് പറയൂ. എത്ര രൂപയാവും? 2 ലക്ഷം രൂപയാവും. എന്തെങ്കിലും കുറയൂ? കുറയും. എന്ത്? പ്രതിമയുടെ 2 കണ്ണുകൾ കുറയും. വേണ്ട, 2 ലക്ഷം രൂപ ഫിക്സ്. Fix. അപ്പൊ എങ്ങനെയാണ് ഞാൻ വല്ല ഫോട്ടോ എടുത്ത് നേരത്തെ തരണോ അതോ ഇപ്പൊ എടുക്കുന്ന എങ്ങനെ? അത് എന്റെ സാറ്, സാറ് കണ്ടിരിക്കുന്ന പോലുള്ള ആളുകളല്ല ഞാൻ. പിന്നെ? സാറ് കണ്ടിരിക്കുന്ന ശില്പിയല്ല ഞാൻ. സാർ, ഞാൻ ശരിക്കും ഫോട്ടോ ഒന്നും വേണ്ട. ഡെയിലി രാവിലെ മേഡത്തിന് എൻ്റെ അടുത്തേക്ക് അയക്കാം. രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ കുളിച്ച് അതിസുന്ദരിയായിട്ട് മേഡം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 10-12 മണിയാകുമ്പോൾ മേഡത്തിന് തിരിച്ചോണ്ട് അയക്കാം. അപ്പൊ ഞാൻ വരണ്ടേ? സാറ് വന്നാൽ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നേ. ഞാൻ വരാതെ ഒരു പണി ഇവിടെ നടക്കത്തില്ല. പൊന്നു സാറേ, മേഡത്തിന്റെ നല്ല ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ ഞാൻ ഇവിടെ കയ്യിലെടുത്ത് തരത്തില്ലേ? അത്രയും തുടിപ്പ് വേണ്ട. എന്റെ തുടിപ്പ് എങ്ങാട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഞാനില്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. എന്റെ ദൈവം, ഇത് എന്ത് ചെയ്യണം ഇനി? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞാൻ മേഡത്തിനെ എന്റെ ഉള്ളിലോട്ടൊന്ന് ആവാഹിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാവാഹനം ഒരു ഉച്ചാടനം ഡീൽ ഇവിടെ നടക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. അല്ല ഇതാണ് മേഡം ഒന്ന് പറ. അല്ല ഫ്രെഡി, ഓ. എന്തായാലും പ്രതിമ വേണം. ഓ. അയാൾ ആവാഹിച്ചോട്ടെ. ആവാഹിച്ചോട്ടെ. ആവാഹിച്ചോ. ഓക്കെ ഡിയർ. ഓക്കെ. ദൈവമേ, വല്ലവരും എന്റെ ഭാര്യ ആവാഹിക്കുന്നത് ഞാൻ തന്നെ നോക്കിയിരിക്കണമല്ലോ. എന്റെ ചേടാ മേഡം ഒന്ന് പോസ് ചെയ്തേ. അവക്ക് പണ്ടേ ഭയങ്കര പോസാ. എന്റെ പൊന്നു. ഫ്രെഡി, സോറി ഡിയർ. അറിയോ? മേഡം ഇങ്ങനെ ഒന്ന് പോസ് ചെയ്തേ മേഡം. എന്റെ അമ്മോ, ആവാഹനം കഴിഞ്ഞ ആവാഹനം കഴിഞ്ഞോ? ആ വായന കഴിഞ്ഞ് എന്റെ കണ്ണിലോട്ടൊന്ന് കയറിക്കോട്ടെ. എന്റെ ദേഹത്തൊന്ന് തുടങ്ങില്ലെങ്കിൽ മാറിക്കേ. സാറിന് അലിഞ്ഞ മോനെ കാണാൻ പറ്റത്തില്ല. ഞാൻ മേഡത്തിന് തന്നെ ആവാഹിക്കട്ടെ. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ, ആവാഹിച്ചു. കഴിഞ്ഞോ? ഇനി മേഡത്തിന്റെ അളവെടുക്കണം. നടക്കത്തില്ല. അതൊന്നും അളവെടുക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നു സാറേ, ഈ അളവെടുക്കാൻ നമ്മൾ എങ്ങനെ പണിയും? നീ ഇത്ര നേരം ആവാഹിച്ചില്ലേ? ആ. അതിൽ നിന്ന് അങ്ങ് അളവെടുത്താ മതി. എന്ത് കഷ്ടമാ നോക്കിയത്. പേരെന്താ മേഡം? തുഷാര. ഷാര. ആ? സ്വീറ്റ് നെയിം. താങ്ക് യു. മേഡത്തിന്റെ ഫോൺ നമ്പർ പറയൂ. എന്റെ നമ്പർ പോരെ? വിളിച്ചാ കിട്ടുന്ന നമ്പർ എനിക്ക് വേണ്ട. മേഡത്തിന്റെ നമ്പർ പറയൂ. 6282822222. കൊള്ളാം കൊള്ളാം. പിന്നെ വാട്സ്ആപ്പ് നമ്പർ ഓ വാട്സപ്പ് നമ്പറാ. എപ്പോൾ വിളിച്ചാലും കിട്ടൂല്ലോ അല്ലേ? കിട്ടും കിട്ടും. ഓക്കെ മേഡം. നിങ്ങളാണോ വിളിക്കുന്നത്? ഏയ്, ഞാൻ രാത്രിയല്ലേ വിളിക്കുള്ളൂ. അപ്പൊ ഇത് വേറെ ആരോടാണ്? ഹലോ, ഓപ്പൺ ആയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഇത് വരുന്നു. റെഡി? നമ്മളെ താഴത്തെ പാർലർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. Okay. ഞാനൊന്ന് പോയിട്ട് പോരാ. പോയിട്ട് വരൂ. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ. നോക്കാം. ഓക്കെ. സൂക്ഷിച്ചു പോണേ. ഓ. സ്റ്റെപ്പൊക്കെ സൂക്ഷിച്ചിറങ്ങണേ. ഓ, അപ്പൊ അവൾ അങ്ങ് പോയി. ഞാൻ ഒറ്റക്ക് നിന്നങ്ങ് മെഴുകണം. ആറെന്തോരം വേണം മെഴുകിക്കോ. ആ മെഴുക് മുഴുവൻ ഞാനിങ്ങ് വാരിക്കൊരുക്കി എടുത്തോളാന്നേ. ഓ, ബിസിനസ്. അതെ അതെ അതെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ പ്രതിമേത്? എനിക്ക് എന്റെ നോട്ടത്തിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ പ്രതിമ ചൈനക്കാരുടെ പ്രതിമയാണ്. അതെങ്ങനെ? ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതിലോ, എല്ലാവർക്കും വിട്ടു കൊടുക്കാല്ലോ, ആരും തിരിച്ചറിയത്തില്ല. ഓ. പിന്നെ ഞാൻ ഈ ചൈനക്കാരുടെ ഞാൻ ഉണ്ടാക്കിയതല്ല, എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാ. എന്താ സംഭവം? അതായത് ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കും, ഒരു മനുഷ്യന്റെ. ആ. ഇങ്ങനെ മുഖമൊക്കെ പണിത് സെറ്റാക്കി റെഡിയാക്കി വെച്ചപ്പം എന്റെ പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ എന്ത് ചെയ്ത് ഈ മുഖത്ത് കയറിയ ഒരു ഒറ്റ ഇരിപ്പ്. ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുവല്ല. മുഖത്ത് നോക്കിയപ്പോ മോഹൻ ചപ്പിളിച്ചളങ്ങി ചൈനക്കാരുടെ പ്രതിമ പോലായിരുന്നു. അപ്പൊ തന്നെ ഇമ്പോർട്ട് ചെയ്തില്ലേ അങ്ങോട്ടേക്ക്. ഉണ്ടാക്കിയില്ലേ? പിന്നെ പെങ്ങളുടെ മോൻ വരണം ഇവിടെ. ആ, എന്നാ അച്ഛൻ കൊച്ചിന്റെ അടുത്തല്ലേ? ഓക്കെ, അപ്പൊ സാറേ ഞാനേ ഒരു കാര്യം ചോദിക്കുന്നോട് തോന്നരുത്. ചോദിച്ചോ. ഞാനേ ഈ സമയമൊക്കെ ആകുമ്പം രണ്ടര അടിക്കുന്ന ഒരാളാണ്. മേടം നിന്നോണ്ടാ ഞാനത് പറയാതിരുന്നത്. ഞാൻ അടിച്ചോട്ടെ. അടിച്ചോ, അതിനെനിക്കെന്താ കുഴപ്പമില്ലല്ലോ. കഴിക്കും. പൊന്ന് സാറേ, ചോദിക്കുന്ന കാര്യമുണ്ട്. സാറിനെ പോലെ ഒരാള് സാറിനെ ഞാൻ സമ്മതിച്ചിട്ടാ. എന്താടോ? സാറിന് ഭാര്യയോടുള്ള സ്നേഹം ഭയങ്കരമാണ് സാറേ. എല്ലാരും പറയുന്നുണ്ട്. ആണല്ലേ? എങ്ങനെ സാറേ ഇങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റുന്നത്? അതൊക്കെ ഒരു ഭാഗ്യം. അവർ ഇതിനുവേണ്ടി പോകുമ്പോൾ അവർ പ്രതിമ ഉണ്ടാക്കി വെക്കുക, അവരങ്ങ് സ്നേഹിക്കുക, വീട്ടിലിരുന്ന് പറയാ സൂപ്പർ സൂപ്പർ അടിപൊളിയാണ്. സാർ കഴിച്ചോ സാർ?
അയ്യോ എനിക്ക് ഇതിന്റെ കളർ കാണുന്ന തന്നെ ഇറിറ്റേഷൻ ആണല്ലേ? പിന്നെ ഇതിന്റെ മണം വരുമ്പോ തന്നെ എനിക്ക് ഓക്കാനും വരും. ആണല്ലേ? അപ്പൊ സാർ കഴിക്കത്തില്ലല്ലേ? കഴിക്കുകയൊക്കെ ചെയ്യും. അതെങ്ങനെ കഴിക്കും സാർ? അത് മണം കാണാതിരിക്കാൻ കണ്ണ കടച്ചു വെക്കും. അത് ഇതടിക്കാതിരിക്കാൻ മൂക്കങ്ങ് വെക്കും. ഇത് കട്ടടി രുചി എനിക്ക് ഓക്കെയാ. ഓക്കെ സാർ, ഓക്കെ. എന്ത് പറ്റി സാർ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ എന്താ പറഞ്ഞ? അവിടെ ഉള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പ്രതിമ ഉണ്ടാക്കുന്നത്. എടാ പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്രതിമ ഉണ്ടാക്കുന്നത്, അറിയോ? പ്രതിമയോട് എന്ത് പ്രതികാരം? എടാ ഞാൻ വീട്ടിൽ വെറും ഒരു പ്രതിമയാടാ. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഒരു വാക്ക് മിണ്ടാൻ പറ്റത്തില്ല. എന്ത് കഷ്ടമാണ് അനുഭവിക്കുന്ന ആളാണെന്നറിയോ ഞാൻ. അതുകൊണ്ട് അവളുടെ ഒരു പ്രതിമ ഉണ്ടാക്കി അവളുടെ മുഖത്ത് നോക്കി എനിക്ക് രണ്ട് വർത്താനം പറയണം, അവളുടെ മുഖത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണം, എനിക്ക് തട്ടിക്കളിക്കണം. അതിനു വേണ്ടിയാടാ ഞാൻ പ്രതിമ ഉണ്ടാക്കുന്നത്, അറിയാവോ? കാശ് കണ്ട് മാത്രം ഞാൻ അവളെ കെട്ടിയാടാ. ഇതാണ് കുഴപ്പം. കാശ് കണ്ട് പെണ്ണിനെ കെട്ടാൻ പോയി ഇതായിരിക്കും അനുഭവം. അതൊക്കെ സാർ എന്റെ ഭാര്യയെ കണ്ട് പഠിക്കണം. ഞാൻ വരച്ച വരയെന്നവള് മാറത്തില്ലല്ലോ. ആണോ? പിന്നല്ലേ സാർ. ഇപ്പൊ ഞാൻ പറയാണ്, എടി വാട്സപ്പ് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കത്തില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കത്തില്ല. ഇനിയിപ്പോ ഡ്രസ് വെളിയിലോട്ട് ലിഫ്റ്റിക്ക് ഇടണമല്ലോ, ലിഫ്റ്റിക്ക് ഇടണ്ടെന്ന് പറഞ്ഞാൽ അവൾ ഇടത്തില്ല. വെളിയിലോട്ട് ഇറങ്ങുമ്പോ സാരി കൊടുക്കും. ഈ ഭാഗമില്ലേ 18 പിന്നാ കുത്തുന്ന 18 പിന്ന്, അറിയാവോ? ഇതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ അവളെന്തോ കുരുത്തക്കേട് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു വര അങ്ങ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കടിന്ന് പറഞ്ഞു. അവിടെ നിന്നു. അപ്പൊ തന്നെ എനിക്ക് വർക്കിന്റെ കോള് വന്നു. ഞാൻ ഈ കോളുമായിട്ട് ഫോണുമായിട്ട് അങ്ങ് വർക്കിന്റെ കാര്യത്തിൽ പോയി. പിറ്റേ ദിവസം പുലർച്ചെ ഞാൻ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോ കാണുന്ന കാഴ്ച എന്നറിയോ? ഞാൻ വരച്ച വരയിൽ അവൾ ഇങ്ങനെ ഇങ്ങനെ അയ്യോടാ ഉറക്കം നോക്കും എങ്ങനെയാ. ഭാര്യ എന്റെ പണിക്കാരനോട് വിളിച്ചോടി പോയി. അത് നമ്മൾ കൂടുതൽ നിയന്ത്രിക്കാൻ നിൽക്കരുത് പെണ്ണുങ്ങളെ. അവര് അങ്ങനെ ഇട്ടിട്ട് പോകും. എന്നിട്ടും അതൊക്കെ സഹിച്ചും ഈ മെഴുകുചന്ദ്രൻ നിൽക്കുന്നില്ലേ? ഞാനാ മെഴുകുചന്ദ്രൻ. നേരത്തെ വേറെ പേരാണല്ലോ പറഞ്ഞത്. അതായത് പിച്ചക്കാരന്റെ പേരാണോ ഫ്രാൻസിലുള്ളത്? ഞാൻ നിൽക്കുന്നില്ല സാർ. അതുപോലെ നിൽക്കാൻ പഠിക്കണം സാർ. നിന്നെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നടാ. എനിക്ക് ഇതേപോലെ അടിച്ചു നടക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ വീട്ടിൽ എവിടെ മദ്യം കൊണ്ടുവച്ചാലും ഇവള് മണത്തറിയും. ഇവളെ തുഷാരെ നല്ല വിളിക്കേണ്ടത് തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ. ഇവിടെ പെരുമ്പാവൂരോട്ട് അങ്ങ് ഇറക്കി വിടണം. 2 ദിവസം കൊണ്ട് ക്ലീൻ ആക്കി തരും. അയ്യോ അടിപൊളിയാ. ഓ ഫ്രെഡി, ഞാനേ പാർലറിൽ പോയിട്ട് ഗോൾഡൻ ഫേഷ്യൽ ചെയ്തു. ഇപ്പൊ എന്നെ കാണുമ്പോ ഒരു 10 പൈസ കുറവില്ലേ? 10 പൈസ കുറവില്ലേ? ഫ്രെഡി, you come here. You come here, Freddy. Come here. Stay. മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടില്ല? എന്നാ ഞാൻ പറയണ പോലെ ഒന്ന് പറഞ്ഞേ. പടുതല വളവിൽ ഒരളതിര മരത്തിൽ 10-25 ഒതളങ്ങ. പടുതല വളർച്ചയായിട്ട് കല്യാണത്തിന് മുമ്പ് ചെറിയൊരു ബന്ധം ഒന്നും പറയല്ലേ. You cheat. You bloody cheat. നിങ്ങളൊരു ഭർത്താവായിട്ട് ഇനി കാണാൻ എനിക്ക് പറ്റില്ല. തന്നെ ഞാണ്ടല്ലോ. തന്റെ പ്രതിമേനാണോ? താൻ എന്താണ് പ്രതിമയിലാണോ ഇവർക്ക് കള്ളുടിക്കാനാണ് നിർത്തണോ? തന്റെ പ്രതിമയിലുള്ള കോപ്പ് എനിക്ക് വേണ്ടോ? ഒന്നുകൂടിയും പറയൂ. വടുതല വളവിൽ ഇല്ല പറയില്ല. പൾസലായിട്ട് ഒരു ബന്ധവും എനിക്കിപ്പോ ഇല്ല. ഞാൻ പറയൂ. താൻ ഇന്ന് തീർന്നോടോ. താൻ ഇന്ന് തീർന്നു. ചന്ദ്ര, എന്താ സാറേ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായടാ. എനിക്കതറിയാം. കാശുള്ള പെണ്ണിനെ കെട്ടരുതെന്നല്ലേ? അങ്ങനല്ല, ഓസിന് ഒരുത്തം വലിച്ചു കയറ്റാൻ തരുമ്പോ മൂക്കുപൊട്ട അടിക്കില്ലെന്ന്. പിന്നെ എനിക്കൊരു പ്രതിമ പണിഞ്ഞു തരുവോടാ? മേഡം അല്ലേ പറഞ്ഞ പ്രതിമയൊന്നും വേണ്ടെന്ന്. എടാ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ അവൾ എന്നെ കൊല്ലും. എന്റെ മക്കൾക്ക് കാണാൻ വേണ്ടി എന്റെ ഒരു പ്രതിമ എനിക്ക് പണിഞ്ഞു തരാ. എന്നാ ഞാൻ സാറിനെ ഒന്ന് ആവാഹിക്കട്ടെ എന്നാ.